നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചായയുടെ ബില്ലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. ചായയുടെ വില 220 രൂപ. അപ്പോൾ ഒരു ചായക്ക് GST ഉൾപ്പെടെ ഇത്രമാത്രം വിലയൊക്കെ വരുമോ? GST തന്നെ 10 രൂപയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇത്രമാത്രം രൂപ ആ ചായക്ക് വരുന്നതെന്നുള്ളത് ഒരു അത്ഭുതമാണ്. പക്ഷേ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ചായപ്പൊടിയുണ്ട്, കിലോന് 400 രൂപ. ഇനി ആ ചായപ്പൊടി വല്ലതും ആണോ അത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ റേറ്റ് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതല്ലാത്ത പക്ഷം ഈ റേറ്റ് കൊടുക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാവില്ല. ഇപ്പോൾ സാധാരണ ഒരു ചായക്കടയിൽ വന്നിട്ട് ഇത്രയും റേറ്റിലുള്ള ഒരു ചായ റേറ്റ് പറയുകയാണെങ്കിൽ ആരും അത് കൊടുക്കില്ല. കാരണം സാധാരണക്കാർക്ക് താങ്ങില്ല. പക്ഷെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ, വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എത്ര റേറ്റ് കൂട്ടിയിട്ടാലും ആളുകൾ അത് കൊടുക്കാൻ തയ്യാറാണ്. അതാണ് അതിൻ്റെ പുറകിലുള്ള സൈക്കോളജി.